ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതയെ ക്രിസ്തുവിലൂടെ ശാന്തത കണ്ടെത്തുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. യേശു ഗലീലി കടലിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഒന്നാമതായി, കൊടുങ്കാറ്റുള്ള ഗലീലി കടലിനെ യേശു ശാസിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു വാഗ്ദാനം ചെയ്തു. നമുക്ക് ഗലീലി കടലിൻ്റെ നടുവിൽ നശിക്കാം എന്നല്ല അത്, അവർ അക്കരെ കടക്കുമെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തു. ഗലീലി തടാകത്തിന് നീളം 13 മൈലും വീതി 8 മൈലും ഉണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ കൊടുങ്കാറ്റനുഭവം എടുക്കുകയാണെങ്കിൽ യോനയുടെ അനുസരണക്കേട് നിമിത്തം ഒരു കൊടുങ്കാറ്റിൽ ആ കപ്പൽ യാത്ര കലാശിക്കുന്നു. എന്നാൽ കർത്താവിനോടുള്ള അനുസരണ നിമിത്തം ശിഷ്യന്മാർ മറ്റൊരു കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. യേശുനാഥൻ അവർക്ക് നൽകിയ വാഗ്ദാന പ്രകാരം അവർ അവനെ വഞ്ചിയിൽ കയറ്റി കൊണ്ടുപോയി. യേശു ഗലീലി കടലിന്റെ തീരത്ത് നിന്ന് ഒരു വള്ളത്തിൽ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവരോട് പറയുന്നത്, നമുക്ക് അക്കരെ കടക്കാം. ഈ അക്കരെ കടക്കലിന് 4 സത്യങ്ങളുണ്ട്. 1, അവൻ ആയിരുന്നതുപോലെ നാം അവനെ സ്വീകരിക്കണം. 2, നാം ആഗ്രഹിച്ചതുപോലെയല്ല യേശു. 3, മറ്റുള്ളവർ യേശുവിനെ അവതരിപ്പിക്കുന്നത് പോലെയും അല്ല. 4, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ അവനെ കാണുന്നത് പോലെയല്ല അത്. അക്കരെ കടക്കുന്ന സത്യം അത് ക്രിസ്തു ആഗ്രഹിക്കുന്ന സത്യമാകണം. ശിഷ്യന്മാർ എല്ലായ്പ്പോഴും യാത്ര ചെയ്യുന്ന ഗലീലി കടലിൽ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഇത്ര കണ്ട് ഭയപ്പെടുന്നു? അവർ നശിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു എന്ന് സുവിശേഷം പറയുന്നു. നമ്മുടെ അനുദിനമുള്ള സാധാരണ ജീവിതയാത്രയിൽ എന്തുകൊണ്ട് നാം ഇങ്ങനെ നശിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു? കാരണം ക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് നാം അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തിനു നാം ഭയപ്പെടുന്നു? വചനം പറയും, എന്നാൽ അവൻ അമരത്തായിരുന്നു, തലയിണയിൽ ഉറങ്ങുകയായിരുന്നു എന്ന്. ക്രിസ്തുവിൽ മാനുഷിക ഭാവമായ ക്ഷീണവും നിദ്രയും നാം അവിടെ കാണുന്നു. അതിനാൽ തന്നെ നമ്മുടെ മാനുഷിക ജീവിതത്തിൻ്റെ ദുഃഖതലങ്ങളെ മനസ്സിലാക്കുവാൻ പോരുന്ന മാനുഷിക ഭാവങ്ങളുള്ളവനാണ് എൻ്റെ യേശുനാഥൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. കോൾ എന്ന ചിന്തകൻ പറയും, കർത്താവിൻ്റെ ഉറക്കം ക്ഷീണത്തിൻ്റെ ഉറക്കം മാത്രമായിരുന്നില്ല, അത് വിശ്വാസത്തിൻ്റെ വിശ്രമം കൂടിയായിരുന്നു. കാരണം വിശ്വാസത്തിൻ്റെ വിശ്രമവും വിശ്വാസത്തിൻ്റെ കാവലുമുണ്ട് ആ ഉറക്കത്തിന്. രണ്ടാമതായി, അവർ അവനെ ഉണർത്തി. കാറ്റ് അവനെ ഉണർത്തിയില്ല. ശിഷ്യന്മാരുടെ തർക്കം അവനെ ഉണർത്തിയില്ല. വള്ളത്തിന് മുകളിൽ തെറിച്ച വെള്ളം അവനെ ഉണർത്തിയില്ല. എന്നാൽ ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് അവൻ തൽക്ഷണം ഉണർന്നു. എല്ലാത്തരം അസ്വസ്ഥതകളുടെ മുന്നിലും ശാന്തമായി ഉറങ്ങുന്ന അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ചെറിയ ഒരു നിലവിളിയിൽ പെട്ടെന്ന് ഉണരുന്നതുപോലെയായിരുന്നു ക്രിസ്തു അവിടെ ഉണർന്നത്. സത്യത്തിൽ അവർ യേശുവിനെ ഉണർത്തുന്നതിനേക്കാളും അവരുടെ നിലവിളി കേട്ട് ക്രിസ്തു ഉണരുകയായിരുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ശ്രദ്ധിക്കുന്നില്ലേ? മോർഗൻ എന്ന ചിന്തകൻ പറയും, അത് അവനോട് എന്തെങ്കിലും ചെയ്യുവാനുള്ള അപേക്ഷയായിരുന്നില്ല, എന്നാൽ അവൻ്റെ പ്രകടമായ നിസ്സംഗതയെ അവർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതേ നിസ്സംഗത തന്നെയായിരുന്നു താർസസിലേക്ക് കപ്പൽ കയറിയ യോനയിലും ഉണ്ടായിരുന്നത്. അവർ യോനയെ വലിച്ച് അന്ന് കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ ഇവിടെ ക്രിസ്തു കടലിൻ്റെ പ്രക്ഷുബ്ധതയെ ശാന്തമാക്കി അവരുടെ ഭയത്തെ വലിച്ച് കടലിലേക്ക് എറിയുകയാണ്. ചിലപ്പോഴെങ്കിലും ഉറങ്ങുന്ന ക്രിസ്തുവും ഉറങ്ങുന്ന സഭയും എന്ന് നാം ഒരുപക്ഷെ ചിന്തിക്കുന്ന സമയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ക്രിസ്തുവിനോ അവൻ്റെ സഭയ്ക്കോ നശിക്കുവാൻ കഴിയില്ല.
കാരണം നമ്മുടെ കർത്താവായ യേശുനാഥനാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. സഭയാകുന്ന തോണിയെ നയിക്കുന്നത് ക്രിസ്തു തന്നെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമതായി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും ശിഷ്യന്മാരെയും ശാസിക്കുന്നു. യേശു കാറ്റിനെയും കടലിനെയും ശമിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒപ്പം തൻ്റെ ശിഷ്യന്മാരെയും യേശുനാഥൻ ശാസിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കെങ്ങനെ വിശ്വാസമില്ലാതെയായി? കർത്താവ് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക എന്ന്. ഇതേ വാക്കു തന്നെ കർത്താവ് പിശാചുക്കളെ ശാന്തമാക്കുമ്പോഴും ബഹിഷ്കരിക്കുമ്പോഴും പറയുന്നുണ്ട് തിരുവചനത്തിൽ. വചനം പറയും, മറ്റ് വഞ്ചികളും അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന്. യേശുനാഥൻ ശിഷ്യന്മാരെ അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചിയെയും രക്ഷിക്കുവാൻ കടലിനെയും പ്രകൃതിയെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോൾ അവരുടെ വള്ളം മാത്രമായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന മറ്റ് ചെറുവഞ്ചികളെയും ആശ്വസിപ്പിക്കുകയും രക്ഷിക്കുകയുമായിരുന്നു. അതിനാൽ തന്നെ നമ്മുടെ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ഇടപെടൽ സഭയെയും മറ്റുള്ളവരെയും ഒരുപോലെ രക്ഷിക്കുന്നതാണ് എന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ നശിക്കുവാൻ പോകുന്നത് നീ ഗൗനിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു നമ്മെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസമില്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ചെറുപ്രതിസന്ധികളെ വിശ്വാസത്താൽ അതിജീവിക്കുവാൻ ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോൾ അവർ ക്രിസ്തുവിനെ കൂടുതൽ അറിയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ, ജീവിത പ്രതിസന്ധികളിൽ കൂടുതൽ അറിയുവാൻ ക്രിസ്തു സ്നേഹത്തിലേക്ക്, നമുക്ക് വിശ്വാസത്തിലേക്ക് നമുക്ക് ചാഞ്ഞിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.